ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ DIAs എന്ന് പറയുമ്പോൾ അത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. എന്നാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചേർന്നിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. അതിൽ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ഇൻഷുറൻസ് കമ്പനികളുണ്ട്, പ്രധാനമായിട്ട് LIC ഒക്കെ ഉണ്ട്, കൂടാതെ പെൻഷൻ ഫണ്ടുകൾ, ബാങ്കുകൾ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ DIAs എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റേഴ്സ് അസറ്റ് വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടുകളാണ്. 2026 ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം ഈ DIAസിൻ്റെ ആകെ നിക്ഷേപത്തിൻ്റെ ഏകദേശം 55 മുതൽ 60% വരെ മ്യൂച്വൽ ഫണ്ട് AMCകളാണ് നിക്ഷേപിക്കുന്നത്. ഇപ്പോൾ ഈ 2025-26 കാലഘട്ടങ്ങളിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അഥവാ SIP വഴിയുള്ള വൻതോതിലുള്ള മണി ഫ്ലോ അത് പല മ്യൂച്വൽ ഫണ്ട് AMCകളുടെയും അസറ്റ് വർദ്ധിപ്പിക്കുകയും അവർ കൂടുതലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുകയാണ്. മ്യൂച്വൽ ഫണ്ടുകൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഇൻഷുറൻസ് കമ്പനികളാണ്. 30% മുതൽ 35% വരെ വിഹിതം ഇൻഷുറൻസ് കമ്പനികൾക്കാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിലുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ സിംഹഭാഗവും LICയുടെ നിക്ഷേപമായിരിക്കും. ഇത് കൂടാതെ 5 മുതൽ 10% വരെ പെൻഷൻ ഫണ്ടുകളാണ്, അതായത് എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ടുകൾ, അതേപോലെ ബാങ്കുകളൊക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു ഗ്രൂപ്പാണ് മറ്റൊരു വിഭാഗം. ഇപ്പോൾ 2026 ഏപ്രിൽ മാസത്തെ കണക്കനുസരിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ആകെ മൂല്യത്തിൻ്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പിൽ ഏകദേശം 18.9% വിഹിതം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനാണ്. അപ്പോൾ ഈ ഒരു 18%-ൽ 10 മുതൽ 11% വരെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട് ഹൗസുകളാണ്. ഇപ്പോൾ മുൻകാലങ്ങളിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് തകരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഈ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിലൂടെയുള്ള വമ്പിച്ച മണി ഫ്ലോ വന്നത് കാരണം FIAs പിൻവാങ്ങിയിട്ട് പോലും മാർക്കറ്റ് തകരാതെ പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു ഇന്ത്യയിലെ സാധാരണക്കാരൻ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ ആ ഓരോ രൂപയും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പിടിച്ചു നിർത്താനുള്ള നട്ടെല്ലായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാർച്ച് മാസത്തിൽ FIAസിൻ്റെ സെല്ലിംഗ് എന്ന് പറയുന്നത് 1,22,000 കോടിക്ക് മുകളിലാണ്. അതേസമയം അവിടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് വാങ്ങിയത് 1,42,000 കോടിക്ക് മുകളിലാണ്. എന്നാൽ ഏപ്രിൽ മാസത്തിൽ അവിടെ നേരെ വ്യത്യാസം ഉണ്ടായിരുന്നു. 70,000 കോടിയോളമുള്ള ഒരു സെല്ലിംഗ് FIAs നടത്തിയപ്പോൾ 51,000 കോടിയുടെ ബൈങ് മാത്രമാണ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവെ നിക്ഷേപകർക്കിടയിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഏപ്രിൽ മാസത്തെ ഡാറ്റ കുറഞ്ഞു പോകുമെന്നുള്ളത്. ഏറ്റവും പുതിയ AMFIയുടെ അഥവാ അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടിലെ വമ്പിച്ച വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് മൊത്തം AUM 81.92 ലക്ഷം കോടി എന്നുള്ള ആ ഒരു മൈൽ സ്റ്റോൺ പിന്നിട്ടിരിക്കുകയാണ്. മാർച്ച് മാസത്തിൽ 73 ലക്ഷം കോടി രൂപയായിരുന്ന ആസ്തിയാണ് ഒരു മാസം കൊണ്ട് 11% വർദ്ധിച്ചിട്ട് 81.92 ലക്ഷം കോടിയിൽ എത്തിയത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മുന്നേറ്റത്തിന് കാരണമായത് ഡെറ്റ് ഫണ്ടുകളിലേക്ക് വൻതോതിൽ പണം പമ്പ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ മാർച്ച് മാസത്തിൽ 2.94 ലക്ഷം കോടി ഡെറ്റ് ഫണ്ടുകളിൽ നിന്ന് പിൻവലിച്ചിരുന്നു. അപ്പോൾ ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം കമ്പനികളും കോർപ്പറേറ്റുകളും ഈ രീതിയിലുള്ള പിൻവലിക്കലും സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ ഈ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും സാധാരണ നടക്കാറുള്ളതാണ്. അപ്പോൾ മാർച്ച് അവസാനം പിൻവലിക്കപ്പെട്ട ഫണ്ടാണിപ്പോൾ തിരിച്ച് വീണ്ടും ഡെറ്റ് ഫണ്ടുകളിലേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഇക്വിറ്റി ഫണ്ടുകളിലേക്കുള്ള നിക്ഷേപം അതിൽ നേരെ ഇടിവുണ്ടായിട്ടുണ്ട്. കാരണം 40,450 കോടിയായിരുന്നു മാർച്ചിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഏകദേശം 5% കുറവ് വന്നിട്ട് 38,440 കോടിയായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. എങ്കിൽ പോലും മാർക്കറ്റിൽ ഇത്ര വലിയ വോളറ്റിലിറ്റി ഉണ്ടായിട്ടും ഇൻവെസ്റ്റേഴ്സ് ഈക്വിറ്റി മാർക്കറ്റിൽ വിശ്വാസം അർപ്പിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ഇത്ര വലിയ ഒരു മണി ഫ്ലോ ഈക്വിറ്റി ഫണ്ടുകളിലേക്ക് വന്നതിൽ നിന്നും ലഭിക്കുന്ന സൂചന. അപ്പോൾ ഏറ്റവും കൂടുതൽ നിക്ഷേപം വന്നിട്ടുള്ളത് ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളിലാണ്. അവിടെ 10,147 കോടിയുടെ ഒരു നിക്ഷേപമാണ് വന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് കൂടുതലാണ്. ഇതേപോലെ തന്നെ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ് സെഗ്മെൻറ്റിലും കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ചിട്ട് ഫണ്ട് ഫ്ലോ കൂടിയിട്ടുണ്ട്. ലാർജ് ക്യാപ്പിലാണ് കുറവ് വന്നിട്ടുള്ളത്. ഇതേപോലെ തന്നെ SIP നിക്ഷേപം, അതാണ് പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ഫണ്ട് സോഴ്സ് എന്ന് പറയുന്നത്. അവിടെ 31,115 കോടി രൂപയുടെ ഫണ്ട് ഫ്ലോ ആണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ മാർച്ചിലെ റെക്കോർഡായിട്ടുള്ള 32,087 കോടിയേക്കാൾ 3% കുറവുണ്ടായിട്ടുണ്ട്. എങ്കിലും 30,000 കോടിക്ക് മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ സ്റ്റെബിലിറ്റി നിലനിർത്തുന്നുണ്ട് എന്നത് വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകളിലേക്കും 20,000-ൽ പരം കോടിയുടെ ഒരു നിക്ഷേപം ഒഴുകിയിട്ടുണ്ട്. കൂടാതെ ഗോൾഡ് ETF-കളിൽ 3,000 കോടിക്ക് മുകളിലുള്ള വർധനവും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടുകളുടെ അഥവാ മ്യൂച്വൽ ഫണ്ട് ഫോളിയോസിൻ്റെ എണ്ണം 27 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഈ 2026 ഏപ്രിലിൽ
പുറത്തു വന്നിട്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ അച്ചടക്കത്തോടെ മ്യൂച്വൽ ഫണ്ടുകളെ ഒരു ലോങ് ടേം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിൽ ഫണ്ടുകൾ ഒഴുകുമ്പോൾ സ്വാഭാവികമായിട്ടും അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾക്ക് അത് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഈ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് മേഖലയിലുള്ള ആസ്തി വളരെയധികം വർദ്ധിക്കുന്നത് ഫണ്ട് മാനേജർമാർക്ക് വലിയ വെല്ലുവിളിയാണ്. കാരണം കൈവശമുള്ള വലിയ തുക ഒരേ രീതിയിൽ നിക്ഷേപിക്കാൻ അനുയോജ്യമായ അവസരങ്ങൾ കുറയുകയാണ്. അത് സ്വാഭാവികമായിട്ടും റിട്ടേണിനെ ബാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ഫണ്ട് ഹൗസുകളും പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത് ഇടയ്ക്കിടെ നിർത്തിവെക്കാറുണ്ട്. അപ്പോൾ മാർക്കറ്റിലെ ഈ ചാഞ്ചാട്ടങ്ങൾ നേരിടാൻ ഫണ്ട് മാനേജർമാർ സാധാരണയായി 1% മുതൽ 10% വരെ അവരുടെ ക്യാഷ് ഇൻ ഹാൻഡായിട്ട് വെക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോഴും നല്ല തോതിലുള്ള ക്യാഷ് പല മ്യൂച്വൽ ഫണ്ട് ഹൗസുകളും കയ്യിൽ വെച്ചിരിക്കുന്നത് കാണാം. കാരണം വരും മാസങ്ങളിൽ ഉണ്ടായേക്കാവുന്ന പ്രോഫിറ്റ് ബുക്കിംഗ് നേരിടാൻ മിക്ക കമ്പനികളും അവർക്ക് ആവശ്യമായിട്ടുള്ള പണം കൈവശം വെച്ചുകൊണ്ട് ജാഗ്രതയോടെ ഇരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് വെച്ച് പുലർത്തുന്ന ആ വിശ്വാസം തകർന്നിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഡാറ്റയാണ് നമുക്ക് മൊത്തത്തിൽ മ്യൂച്വൽ ഫണ്ട് മേഖലയിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ അവർ സാധാരണഗതിയിൽ അവരുടെ പോർട്ട്ഫോളിയോ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ നൊവാമ ആൾട്ടർനേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പുറത്തുവിട്ട മ്യൂച്വൽ ഫണ്ട് ഇൻസൈറ്റിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരമുള്ള ഈ മ്യൂച്വൽ ഫണ്ട് മാനേജർമാർ അവരുടെ പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ പല സ്റ്റോക്കുകളിലും മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ അവരുടെ ഹോൾഡിംഗ് വർദ്ധിപ്പിക്കുകയും പലതിലും ഹോൾഡിംഗ് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട ചില സ്റ്റോക്കുകൾ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചത് നമുക്ക് കാണുന്നത് ICICI ബാങ്ക്, SBI, സൺഫാർമ പോലെയുള്ള സ്റ്റോക്കുകളിൽ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചപ്പോൾ വിപ്രോ, HDFC ബാങ്ക്, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസിലൊക്കെ ഹോൾഡിംഗ് കുറച്ചതായിട്ടും കാണാം. കഴിഞ്ഞ 3 മാസമായിട്ട് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില സ്റ്റോക്കുകളിൽ നമുക്ക് ഭാരതി എയർടെൽ, ICICI ബാങ്ക്, TCS, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഇൻഫോസിസ് പോലെയുള്ള സ്റ്റോക്കുകൾ കാണാം. എന്നാൽ അവിടെ LIC, വിപ്രോ, IOCL, ജിയോ ഫൈനാൻഷ്യൽസ്, പോളിക്യാബിലൊക്കെ ഹോൾഡിംഗ് കുറക്കുന്നതായിട്ടും കാണാം. അപ്പോൾ ലാർജ് ക്യാബിലെ ടോപ്പ് ഹോൾഡിംഗ് കമ്പനികളായിട്ട് കാണുന്നത് HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ഭാരതി എയർടെൽ എന്നിവയാണ്. മിഡ് ക്യാപ് സെഗ്മെന്റിൽ ഒരു ഹോൾഡിംഗ് വർദ്ധിപ്പിച്ച സ്റ്റോക്കുകൾ നോക്കുമ്പോൾ പൂനാവാല ഫിൻകോപ്പ്, യുണൈറ്റഡ് സ്പിരിറ്റ്സ്, ബെൽ, ITC ഹോട്ടൽസ്, BSE എന്നീ സ്റ്റോക്കുകൾ കാണാം. അവിടെ പ്രധാനപ്പെട്ട സെല്ലിംഗ് ആണെന്നുള്ളത് GE വെർണോവ, TND, പെർസിസ്റ്റന്റ് സിസ്റ്റം, ബയോകോൺ, ഭാരത് ഫോർജ്, M&M ഫൈനാൻഷ്യൽ സർവീസ് എന്നിവയാണ്. ഇതുകൂടാതെ ഇപ്ക ലാബ്സ്, കണ്ടെയ്നർ കോർപ്പറേഷൻ, യുണൈറ്റഡ് ബ്രൂവറീസ്, ഇറേഡ തുടങ്ങിയവയിൽ കഴിഞ്ഞ് 3 മാസമായിട്ട് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റിഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്ലാക്സോമി ഫാർമ, ബ്ലൂ സ്റ്റാർ, JB കെമിക്കൽസ്, TVS ഹോൾഡിംഗ്, ZF കമേഴ്ഷ്യൽ വെഹിക്കിൾസ് എന്നിവയിലാണ്. മിഡ് ക്യാപ്പിൽ നിന്നുള്ള ടോപ്പ് ഹോൾഡിംഗ് കമ്പനികളായിട്ട് നമുക്ക് കാണുന്നത് ഫെഡറൽ ബാങ്ക്, മാക്സ് ഫൈനാൻഷ്യൽസ്, BSE, GE വെർണോവ, TND ഇന്ത്യ, PB ഫിൻടെക് എന്നീ സ്റ്റോക്കുകളാണ്. സ്മോൾ ക്യാപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഹോൾഡിംഗ് വർദ്ധിച്ച സ്റ്റോക്കുകൾ RBL ബാങ്ക്, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, ഡെലിവറി, സോന BLW, നവീൻ ഫ്ലൂറിൻ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. അതുപോലെ സെല്ലിംഗ് നടന്നിട്ടുള്ളത് മണപ്പുറം ഫിനാൻസ്, GR ഇൻഫ്രാ പ്രൊജക്ട്സ്, GE ഷിപ്പിംഗ് കമ്പനി, ത്രിവേണി ടർബൈൻ, CIE ഓട്ടോമേറ്റീവ് എന്നീ സ്റ്റോക്കുകളാണ്. പുതുതായിട്ട് എൻട്രി എടുത്ത സ്റ്റോക്കുകൾ നോക്കുമ്പോൾ സെൻട്രൽ ബാങ്ക്, പ്രൈം ഫോക്കസ്, ജയ്സ്വാൾ നെക്കോ, നവ, ഒലക്ട്ര ഗ്രീൻ ടെക് തുടങ്ങിയ സ്റ്റോക്കുകൾ കാണാം. എന്നാൽ കംപ്ലീറ്റ് എക്സിറ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുമ്പോൾ ഇന്ത്യൻ ഹ്യൂമർ പൈപ്പ്, അഡോർ വെൽഡിംഗ്, സ്പൈസ് ജെറ്റ്, സിംപ്ലക്സ് ഇൻഫ്ര, റോട്ടോ പമ്പ്സ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇപ്പോൾ സ്മോൾ ക്യാപ്പിലെ ടോപ്പ് ഹോൾഡിംഗ് കമ്പനികളായിട്ട് കാണുന്നത് സോന BLW പ്രിസിഷൻ, ഡെലിവറി, ആസ്റ്റഡിയം ഹെൽത്ത് കെയർ, അതുപോലെ കരൂർ വൈശ്യ ബാങ്ക്, ഗ്ലാൻഡ് ഫാർമ എന്നീ സ്റ്റോക്കുകളാണ്. എന്നാൽ ഇവിടെ ധാരാളമായിട്ടുള്ള ഇത്തരം ഡാറ്റകൾ അവൈലബിൾ ആണ്. വളരെ പ്രധാനപ്പെട്ട ഡാറ്റകൾ മാത്രമേ ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.